കൈമാവതി കൃഷി യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്നിപ്പോൾ നേരത്തെ കാണിക്കാൻ ഒരു മരുന്ന് തളിച്ചു കൊടുക്കാനും പച്ചക്കറിക്ക് തളിച്ചു കൊടുക്കാനും പിന്നെ കുറച്ച് അതിൻ്റെ ഒരു വളം ഉണ്ടാക്കാനും കൂടിയിട്ടുള്ള ഒരു മരുന്നാണ്. പച്ചക്കറിനെ തഴച്ച് വളരാൻ അതിനുള്ള കീടങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ടാക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതാണ്, ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ചീമക്കൊന്ന, പിന്നെ കപ്പച്ചപ്പ്, പിന്നെ എരിക്കും ചെപ്പാണ് വേണ്ട. എരിക്കിൻ്റെ പാലില്ലേ, ആ പാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വളവും കൂടിയാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താൽ പിന്നെയെന്ന് വെച്ചാൽ അതിന് കീടങ്ങൾ ഉണ്ടാവില്ല. കീടങ്ങൾ വന്നിട്ട് പച്ചക്കറി നശിപ്പിക്കുന്നില്ലേ, അതിന് കീടങ്ങൾ കുറയും. അടിച്ചു കൊടുത്താൽ ഇത് കലക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളും കുറയും. അതാണ് അതിനാണ് നിങ്ങളോട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ട എരിക്കും ചെപ്പാണ്. ഇതിന് പാലുണ്ട് കണ്ട, ഇതിൻ്റെ പാല് കണ്ട. ഇത് പോരാതെ ഇത് മുട്ടുവേദനക്ക് നമ്മളിത് അരച്ചിട്ട് അരച്ചിട്ട് നല്ലോണം അരച്ചിട്ട് മുട്ടുവേദനക്ക് വാരി പറ്റിച്ചിട്ട് തുണിയെടുത്ത് കെട്ടി വെച്ചാൽ നല്ല തുണിയല്ലെങ്കിൽ ഇതിൻ്റെ ചപ്പോണ്ട് തന്നെ നമ്മളവിടെ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ നല്ല വേദന, നല്ല സുഖം, ഒരു വേദന സംഹാരിയും കൂടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പാലില്ലേ, ആ പാല് പിന്നെ അത് പൊള്ളും. അതാണ് നമ്മൾ മരുന്നിൻ്റെ. ഇതിപ്പോൾ ഞാനിവിടെ മുറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് മരുന്നിൻ്റെ ഇത് എങ്ങനെ ആക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതാണ് ഞാനിപ്പോൾ പോകും ഇതാക്കാൻ പോകും. ഇത് നല്ലൊരു മരുന്നാണ്, നല്ലൊരു മരുന്നുമാണ്, നല്ലൊരു വളവും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം കുറച്ച് ഈ കപ്പച്ചപ്പ്, അത് അരിക്കും ചപ്പ്, ഇത് കപ്പേൻ്റെ ചപ്പ്, നമ്മൾ പപ്പായ ചപ്പ് എന്നറിയില്ലേ, അതാണ്. പപ്പായ ചപ്പാണ് ഇത് കണ്ടോ, ഇത് പപ്പായ ചപ്പ്. അതാണ് കർമ്മൂസ് എന്ന് പറയും, പപ്പായ എന്ന് പറയും. ഞങ്ങളെല്ലാം ഇവിടെ കപ്പക്ക എന്നാണ് പറയുക. ഇത് സീമക്കൊന്ന കണ്ടില്ല, ഇത് നിങ്ങൾക്കറിയാലോ. ഇതിപ്പോൾ ഇത് ഇട്ടു. ഇനിയിപ്പം ഈ സീമക്കൊന്നയും കൂടി മുറിച്ചെടുത്തേ. സീമക്കൊന്നയും ചപ്പ് ഇത് നല്ലൊരു വളവുമാണ്. ഇതിനകത്ത് കുറച്ച് തെളിവെള്ളം ഒഴിച്ചിട്ട് ഇത് 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ പച്ചക്കറി നട്ടിട്ടാകുമ്പോൾ ഇത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ആക്കി വെക്കുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ വൈദ്യുതിക്ക് വേണ്ടി ലേശം മരുന്ന് അടിച്ചു കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് അടിച്ചു കൊടുക്കാം. അതിന് ചപ്പ് പോയി കോഴൊക്കെ ഇട്ടപ്പുറം കോഴക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും നല്ലതാണ്. അത് ഇത് മുറിച്ചിട്ടിട്ട് കുറച്ച് ദിവസം കഴിയണം എടുക്കേണ്ടിട്ട്. ഒരു 3-4 ദിവസം കഴിയണം. ഒരു 4 ദിവസമെങ്കിലും മുറിച്ചിട്ടിട്ട് പിന്നെ വെള്ളത്തിൽ ചീഞ്ഞിട്ട് ഒഴിച്ചാകുമ്പോൾ അത് അരിച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതും. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ കുറച്ച് പിന്നെ നേർപ്പിച്ചിട്ടാണ് അടിക്കേണ്ടത്. കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഒരുപാട് എടുത്തൊരു ഒരു ലിറ്ററിൽ ഒരു 50 മില്ലി വരെ എടുത്തിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഇത് നാറുന്നതിന് ഒരു 2-3 മണി വെല്ലവും കൂടി ഇട്ട് കൊടുക്കുക. വെല്ലം ഇതിപ്പോൾ കണ്ടില്ല, മുറിച്ചിട്ടിട്ട് ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കട്ടെ. അതിന് സമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക. അതിന് ശേഷം അത് ആയിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ തൽക്കാലം മരുന്നാകട്ടെ. ഇതിനകത്ത് 2-3 വെല്ലവും കൂടി ഇട്ട് വെക്കാം. 2-3 മണി വെല്ലം കൂടി. എന്താ വെച്ചാൽ ചീഞ്ഞ നാർന്നായിട്ട് വല്ലാതെ മണം വരും ഇത്. അതുകൊണ്ട് ദിവസം ഇളക്കി വെക്കണം. ഇതിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഇളക്കി വെക്കണം. എന്നിട്ട് ഇത് ഇളക്കി വെച്ചിട്ട് ഇതിപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചു. ഇതിനകത്ത് ഒരു 50 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അധികം ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ തെളിവെള്ളം എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. ബാക്കി നല്ലപോലെ കലക്കിയിട്ട് ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ അടിയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാകുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിത് ആക്കിയിട്ട് എൻ്റെതിന് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് ഞാൻ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.
എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പം ഞാൻ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് എപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത് നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോസാണ് എല്ലാം ഞാൻ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.